അല്ലെങ്കിൽ ശർക്കരവരട്ടി ഇല്ലാത്ത ഓണാഘോഷം ഉണ്ടോ അല്ലേ? ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ. അല്ലേ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ശർക്കരവരട്ടി നമുക്ക് ഉണ്ടാക്കാൻ 1.5 കിലോ ഏത്തക്കയുടെ ആവശ്യമുള്ളൂ. ഇതുണ്ട്, നമ്മളത് ഒടിക്കുമ്പോൾ ഇതുണ്ട് ഈ ഒരു സൗണ്ട്. കഴിക്കുമ്പോൾ നല്ല കറുമുറാന്നിരിക്കണം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണ സ്പെഷ്യലിൻ്റെ മറ്റൊരു വിഭവമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ശർക്കര വരട്ടി. ശർക്കര വരട്ടി ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി വളരെ നാടൻ ടേസ്റ്റിലുള്ള ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ പച്ച ഏത്തക്കയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ 350 ഗ്രാം ശർക്കര. ഈ ശർക്കര എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോയിലൊക്കെയുള്ള മറയൂര് ശർക്കരയാണ്. 1.5 കിലോ ഏത്തക്കായ്ക്ക് 350 ഗ്രാം ശർക്കര എടുക്കുക. പിന്നെ 1 കോപ്പ കുത്തരി, നമ്മൾ ചോറുണ്ണാനൊക്കെ എടുക്കുന്ന കുത്തരി ഉണ്ടല്ലോ, അത് 1 കോപ്പ എടുക്കുക. ഒരു 1.5 സ്പൂണ് ജീരകം, ചെറിയ ജീരകം. പിന്നെ ഒരു 4 ചുക്കിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്ക തൊണ്ട് കളഞ്ഞതിൻ്റെ അരി മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പുകല്ല് നമ്മൾ ഇതിനകത്ത് ചേർക്കാനല്ല, നമ്മൾ വെള്ളത്തിലേക്ക് ഇടാനായിട്ടാണ്. അതായത് ഏത്തക്കായുടെ തോല് പൊളിച്ച് നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേക്കും അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഉപ്പുകല്ല് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ എണ്ണ. ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ശർക്കര വരട്ടി ഈ ഓണത്തിന് ഉണ്ടാക്കാം. അപ്പോൾ എത്രയും വേഗം നമുക്ക് നമ്മുടെ ശർക്കര വരട്ടി ഉണ്ടാക്കാം, ഒട്ടും സമയം കളയണ്ട. ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുത്തരി ഉണ്ടല്ലോ, നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കാം. അതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചുക്കും ഏലക്കയും ഉണ്ട്, അതിലേക്ക് ഒരു 1.5 സ്പൂൺ ജീരകവും കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് പൊടിച്ച് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഏത്തയ്ക്ക പൊളിച്ച് വെള്ളത്തിലിടാനായിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏത്തക്കായ ഓരോന്ന് തോല് പൊളിച്ച് ഈ വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം, കുറച്ചൊരു ഉപ്പ്, അതായത് ഒരു പൊടിക്ക് ഉപ്പ് കല്ല് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. കാരണം അപ്പോഴത്തേക്ക് ഇതിൻ്റെ കറയൊക്കെ ഇളകി നന്നായിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടും. എന്നിട്ട് കഴുകി വെള്ളം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഏത്തക്ക പൊളിക്കുന്ന സമയത്തേ നമ്മൾ കയ്യിലേക്ക് കുറച്ച് എണ്ണ തേച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ കറയൊന്നും നമ്മുടെ കയ്യെ പിടിക്കില്ല. അഥവാ പിടിച്ചാൽ തന്നെ സോപ്പിട്ട് കഴിയുമ്പോൾ വേഗത്തിൽ കറ പോവുകയും ചെയ്യും. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക നമുക്ക് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, ഏത്തയ്ക്ക വറുക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വേണം തീ ഇടാനായിട്ട്. കാരണം നമ്മൾ തീ കൂട്ടിയിട്ടാൽ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരും, അകം വേകാതെ ഇരിക്കും. തീ കുറച്ചിട്ടിട്ട് ഏത്തക്കായ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം.
ഏത്തയ്ക്ക നന്നായിട്ട് മൂപ്പിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, നമ്മളത് ഒടിക്കുമ്പോൾ ഇതുണ്ട് ഈ ഒരു സൗണ്ട്. കഴിക്കുമ്പോൾ നല്ല കറുമുറാന്നിരിക്കണം, അതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് എന്താ, ഞാൻ ഈ പാത്രത്തിൽ എണ്ണയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര ഉരുക്കി, മറയൂർ ശർക്കരയാണ്, വലിയ കരടൊന്നും ഉണ്ടാവില്ല, എങ്കിൽ പോലും ശർക്കര ഉരുക്കിയിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശർക്കര നമുക്ക് നേരെ ഇതിലേക്ക് അരിച്ചൊഴിക്കാം. നമ്മുടെ ശർക്കര നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതുണ്ട്, നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും ആ ഒരു പാങ്ങ് നമുക്കറിയാം, നല്ല കൊഴുപ്പായിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക്, ജീരകം, ഏലക്ക ഇത് പൊടിക്കുമ്പോൾ ഓർക്കുക, ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ഇതങ്ങ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഏത്തയ്ക്കായ ഉണ്ടല്ലോ, ആ ഏത്തയ്ക്കായോടെ ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കുക. ഓരോ കായിലേക്ക് ശർക്കരയൊക്കെ പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ശർക്കരപ്പാനിക്കകത്ത് നമ്മൾ ഏത്തക്കായ ഇട്ട് നന്നായിട്ടത് ശർക്കരയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുത്തരി ഉണ്ടല്ലോ, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കുത്തരി പൊടിച്ചത് അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇങ്ങെടുത്താൽ നമ്മുടെ ശർക്കര വരട്ടി റെഡിയായി. അങ്ങനെ ഇതാ നല്ല നാടൻ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ രണ്ടാമത്തെ സ്പെഷ്യൽ വിഭവമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ശർക്കര വരട്ടി ഇല്ലാത്ത ഓണാഘോഷം ഉണ്ടോ അല്ലേ? ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റാണ്. അത് പറയേണ്ട കാര്യമില്ല അല്ലേ, ശർക്കര വരട്ടി നല്ലതാണെന്നും ഭയങ്കര ടേസ്റ്റാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണല്ലോ എല്ലാവരും നമുക്ക് ആവശ്യമായ ശർക്കര വരട്ടിക്ക് ഒരു 1.5 കിലോ കായുടെ ആവശ്യമേ ഉള്ളൂ അല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ശർക്കര വരട്ടി നമുക്ക് ഉണ്ടാക്കാൻ 1.5 കിലോ ഏത്തക്കായുടെ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് വേഗം എത്തുകയും ചെയ്യും. ഇനി അടുത്ത ദിവസം മറ്റൊരു ഓണ വിഭവവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.